ഇന്നിപ്പോൾ ഒരു പിങ്ക് ബസ് എന്ന ഒരു പേരിൽ നിറത്തിലൊരൽപ്പം പച്ച ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ പിങ്കാണ്. അതുകൊണ്ട് പിങ്ക് വരും, ഉടനെ വരും. നമുക്ക് തൊഴിലെടുക്കുന്ന സ്ത്രീകളാണ് പ്രിയദർശിനി പദ്ധതിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. തൊഴിലെടുക്കുന്ന സ്ത്രീകൾ എത്ര ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അവർ തൊഴിലിടത്തിലേക്ക് വന്നതും പോയതുമെന്ന് പൊതു സമൂഹത്തിന് മനസ്സിലായത് പ്രിയദർശിനി വന്നപ്പോഴാണ്. ഓരോരുത്തരും അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പദ്ധതിയായിട്ടാണ് പ്രിയദർശിനിയെ കണ്ടത്. ആ സന്ദർഭത്തിലാണ് മറ്റൊരു കാര്യം മനസ്സിലായത്. നമ്മൾ ടെക്നോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ, അവർക്ക് സാമ്പത്തികമല്ല അവരുടെ പ്രശ്നം, അവരുടെ പ്രശ്നം സൗകര്യമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സൗകര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു രാഷ്ട്രീയമാണ്. കാരണം സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നൊരു സമൂഹമാണ് ഒരു ജനാധിപത്യ സമൂഹം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ടിക്കറ്റ് എടുത്തോളാം, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരു ബസ് ഇട്ട് തരണമെന്ന് അവിടുത്തെ വനിതകൾ പറഞ്ഞപ്പോൾ അത് വളരെ ശരിയാണെന്ന് തോന്നി. അവർക്ക് സുരക്ഷിതത്വമാണ് പ്രശ്നം. ആ സുരക്ഷിതത്വം രാത്രിയാണ്. രാത്രി 8 മണിക്കും 10 മണിക്കുമുള്ള 2 ട്രിപ്പാണ് ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് പിങ്ക് ബസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തുന്നില്ല. ഇതേ ബസ് തന്നെ കാലത്ത് അത് വെറുതെ കിടക്കില്ല. കാലത്ത് സ്ത്രീകളും കുട്ടികളും, അതിപ്പോൾ ആൺകുട്ടികളുണ്ടെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ കയറ്റാം, അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ട്രെയിൻ ഇറങ്ങുന്ന അമ്മയും കുട്ടികളും ഉണ്ട്, അമ്മമാരും കുട്ടികളും. അവർ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ളവരുണ്ട്, മെഡിക്കൽ കോളേജിൽ വരുന്നവരുണ്ട്. അപ്പം മെഡിക്കൽ കോളേജിനകത്തേക്കൊന്ന് കയറി അവരെ അവിടെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ പിങ്ക് ബസ്സിൻ്റെ കാലത്തെ ഡ്യൂട്ടി. വൈകുന്നേരത്തെ ഡ്യൂട്ടി ഈ ടെക്നോ പാർക്കിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വളരെ ശാസ്ത്രീയമായി നമ്മൾ ബസ്സുകളെല്ലാം റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബസ് യുഗം നമ്മൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. ബസ് എന്ന് പറയുന്നത് എന്തോ ഒരു മോശമാണ്, കാറാണ് വലിയ കാര്യം എന്നുള്ള ആ സങ്കല്പത്തിൽ നിന്ന് മാറി കാറുകളൊന്നുമല്ല, നമ്മുടെ പഴയ ബസ്സാണ് ആധുനിക ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു യാത്രാവാഹനം എന്നുള്ള ഒരു സന്ദേശം നൽകാൻ KSRTCക്ക് കഴിഞ്ഞു. ഇതോടുകൂടി KSRTC ഒരു ബ്രാൻഡായിട്ട് മാറി. KSRTC ജീവനക്കാരുടെ അന്തസ്സ് വളരെയധികം ഉയർന്നു. അപ്പോൾ അവർക്കൊരു പേടിയുണ്ടായിരുന്നു, ഇത്രയും ഫ്രീ ആയിട്ട് കൊടുത്ത ശമ്പളം കിട്ടുമോ. ശമ്പളം നേരത്തെ കിട്ടി. അപ്പോൾ ഈ മാസം ബദലിക്കാർക്ക് ശമ്പളം കിട്ടുമെന്ന് പേടിയുണ്ട്. അവർക്ക് ഒരാഴ്ച നേരത്തെ കിട്ടി. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ആർക്കും വരില്ല. ജീവനക്കാർ ഇതിനോട് സഹകരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഞാൻ എല്ലാ യൂണിയനിലും പെട്ട ആളുകളോടും ഒരു യൂണിയനിലും പെടാത്തവരോടും പ്രത്യേകം നന്ദി പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. Give your dishes the perfect red color and authentic spice. Made from the finest hand-picked red chilies. New Day chili powder. Pure, natural and full of flavor.